ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ടിഫിൻ ബോക്സ് വെക്കാൻ പറ്റിയ ഒരു കവർ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അതിന് ഉള്ളിൽ ഞാനൊരു പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ്, നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ടിഫിൻ ബോക്സും ചെറിയ നമ്മൾ കറികളൊക്കെ കൊണ്ടുപോകുന്ന ബോക്സും വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബാഗിൻ്റെ ഉള്ളിലേക്കോ പുസ്തകത്തിന്മേക്കോ അങ്ങനെയൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രൊട്ടക്ഷനാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കവറ്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു തുണിയും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ടിഫിൻ ബോക്സിൻ്റെ അളവിന് സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലത്തെ ഷീറ്റ്. പിന്നെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കയ്യിൽ ഉണ്ടാവും, കുഞ്ഞു കുട്ടികളുള്ളവർക്കൊക്കെ കയ്യിലുണ്ടാവും ഇതുപോലത്തെ ഷീറ്റ്. അപ്പോൾ അത് കളയാതെ സൂക്ഷിച്ച് അതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 11.5 ഇഞ്ച് ലെങ്ത്തിലും 10.5 ഇഞ്ച് വിഡ്ത്തിലും ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അളവിൽ ഡൗട്ട്സ് ഉള്ളവർ ഇതുപോലെ ടിഫിൻ ബോക്സ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അളവിനേക്കാൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അതുപോലെ ഇത് തുണി വെച്ചിട്ട് ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ 4 സൈഡും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 പീസും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മറ്റേ അറ്റത്ത് നമ്മൾ ലെങ്ത്ത് വൈസ് എടുക്കുന്ന ഭാഗത്ത് സിപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ അങ്ങനെ ത്രെഡ് പോലത്തതൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതും നമുക്ക് അരഞ്ച് വെച്ചിട്ട് മടക്കി തയ്ച്ചിട്ട് അതിൽ ത്രെഡ് ഇട്ട് കൊടുക്കട്ടെ. ബ്ലാക്ക് ത്രെഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും വെച്ച് കൊടുക്കും. ഞാനിവിടെ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 2 സൈഡിൽ നിന്നും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ തയ്യൽ തുമ്പ് അവിടെ മാറ്റിയിടണം. അതിനുശേഷം കാരണം ചെറിയ സിബാണ് വെച്ച് കൊടുക്കുന്നത്, അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കി 1 ഇഞ്ച് മാത്രമാണ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അത് സിബ് ആദ്യം നല്ല വശം തമ്മിൽ തുണിയുടെ നല്ല വശം സിബിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ. അതുപോലെ ഞാനിടുന്ന ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് വല്ല വീഡിയോസും കാണിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ വീഡിയോസ് ഓരോന്നും. ഇനി അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ 1 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ സൈഡിൽ വിട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കോർണർ ഭാഗങ്ങളൊക്കെ അത് നല്ല മാതിരി മറിഞ്ഞ് കിട്ടുമ്പോൾ കറക്റ്റ് ചെയ്തിട്ട് അവിടെ കോർണറൊക്കെ നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ടിഫിൻ കാരിയറിൻ്റെ കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. കാരണം സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ കറികളോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഒലിച്ചിട്ട് ബുക്കിലേക്കും ബാഗിലൊക്കെ ഇറങ്ങുന്നതിന് ഇത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കാവുന്നതുള്ളൂ. അതിന് ഒരുപാട് സ്റ്റിച്ചിങ്ങൊന്നും അറിയണ്ട കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.